BMGBയുടെ ഉൾട്ട ജംഗ്ഷനിൽ ഇന്ന് ഞങ്ങൾ പ്രാങ്കാക്കുന്ന ഒരു വ്യക്തിയെ തിരക്കി എങ്ങനെ പോവുകയാണ്. കഥ എന്തെന്നുള്ളത് നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കും. ഓക്കെ, യാത്ര ആരംഭിക്കുന്നു. അടിപൊളി. ഓക്കെ, ഫിനാൻസ് കിട്ടിയില്ല, ഇതിനും കിട്ടി. അതിനൊക്കെ നമുക്ക് അത് വിറ്റിട്ട് പരി പൈസ ഉണ്ടല്ലോ. കറക്റ്റില്ല, വലിയ വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതിയുണ്ട് ഇല്ലേ? നമ്മളെ ജസ്റ്റ് കൊടുക്കാം. ഇവിടെ മന്തി അടിച്ചിരുന്ന ഇവിടെ ഇല്ല, എത്ര നാളും ഉണ്ടല്ലോ. ഈ സ്റ്റാഫിന്റെ പോലെ സംഭവം നമുക്ക് കിട്ടി. പിന്നെ കുറവ നമ്മളെ നിർത്തുമാറും. അതൊക്കെ ഇങ്ങനെ കിട്ടത്തുണ്ട്. ഒന്നും കിട്ടത്തില്ല, അവിടെ മെച്ചൊക്കെ കിട്ടത്തുള്ളൂ. സാധാരണ ഇതിന്റെ ഒരു വെബ്സൈറ്റിൽ അടിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും നമുക്ക് തോന്നുന്നു ഇനി വേറെ നീറ്റം ഓർമ്മ കിട്ടും. നിസ്സാമെന്നാണ് എനിക്ക് ഈ അമ്പലത്തിൽ ശിവനാണ്, പാർവതിയാണ്, അതെനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ നമ്മളെല്ലാ മതത്തിലും എല്ലാ അമ്പലത്തിലും ചെയ്യാറുണ്ട്, പള്ളി പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ട്. വിഗ്രഹമാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞു. കൊട്ടാണോ കൊട്ടാണോ ഉണ്ട് നോക്കിയാടെ നീ കല്ല് ചെയ്താക്കി നോക്കിയാണ് അല്ല വേറെ എല്ലാം ഞാൻ കിടക്കുന്ന അമ്മയോടെ കടിക്കുക. ഇവിടെ ഇനി മനുഷ്യ എവിടെയാണ് നല്ലൊരു വായു അവിടെ ഇരിക്കണ്ട. പോലീസ് രണ്ട് വാക്കൊന്നും വരണേ. ഞങ്ങളിവിടെ റീൽസ് എടുത്തോണ്ട് അവരോട് വന്നതാ.
ഞങ്ങൾക്ക് അറിയില്ല. സാറേ ജീപ്പിങ്ങോട്ടായി ചേട്ടൻ പറഞ്ഞ ഇവിടെ ഇല്ല ഇതുകൊണ്ട് ഇയാള് വന്നോ? എന്റെ മേഡം ഞാനിവിടെ വന്നേ ഉള്ളൂ. നമ്മളിവിടെ അങ്ങനെ ഇവിടെ വന്നേന് സാറേ ഞങ്ങളിവിടെ റീൽസ് എടുക്കാൻ വന്നു. അപ്പൊ എവരെല്ലാരും കൂടെ ഇവിടെ നിന്ന് കുടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂടെ ഞങ്ങൾ റീൽസ് എടുക്കാൻ വന്നതാ. ഞാനില്ല ഡ്രൈവറായ വെള്ളം ഓടിക്കാൻ ഇതൊക്കെ കൊടുക്കാൻ പറ്റും. എനിക്കറിയില്ല. സാർ ഞങ്ങളിവിടെ റീൽസ് എടുത്തോണ്ടിരിക്കുകയാണ്. അന്നേരം അവർ മുന്നേറും കൂടെ വന്നു. എടുത്തോ കുഴപ്പമില്ല. അന്നേരം ഞങ്ങളുടെ എനിക്കറിയില്ല. അല്ലാത്ത സാറേ എന്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞു. കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നേ വേറെ നേരത്തെ എനിക്കറിയില്ല. ഞാനവിടെ നിന്നതാ ചോദിച്ചു ഞാൻ ഹലോ സാറേ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഓട്ടിക്കില്ല. ഇതിനാരും അറിയില്ല. അത് ഈ ചേട്ടൻ എന്റെ കയ്യിൽ തന്നേരാ സാധനം. ഞാൻ ഓണാത്തന്റെ എനിക്ക് മരുന്ന് മാത്രം എടുത്തോണ്ട് ഇവിടെ വന്നോ. എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല. ഞാൻ ചെയ്യാത്ത കാര്യം സാറേ എനിക്കറിയില്ല. എനിക്ക് തന്നതാ. ആ പുള്ളി വെറുതെ പറഞ്ഞില്ല. ആരാണ് എനിക്ക് തന്നതാ ഇപ്പോഴും. ആരാണ് ചേട്ടൻ എനിക്ക് തന്ന ആ സാധനം ഞാൻ കൊടുത്തില്ല സാറേ. പറയണല്ല എന്റെ ആരോട് വേണോ ചോദിക്കും. ഇവരെന്നെ വിളിച്ചോണ്ട് വന്നേ. ഇത് പുള്ളി വാങ്ങിച്ച സംഭവം അടിച്ച് പുള്ളി തന്നത്. ഇയാളാണ് നമുക്കൂടെ ഒഴിച്ചു ചേട്ടൻ കണ്ടോണ്ടിരുന്നപ്പോഴല്ലേ അയാളെ മാത്രം മോനാണ്. ഞാൻ അറിഞ്ഞില്ല. എന്നെ കണ്ണൂരിക്കാൻ പറഞ്ഞ എന്റെ ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ സാറേ എനിക്കറിയില്ല. എനിക്കറിയില്ല സാർ. ഞാൻ കള്ളൂർ എന്നെ ഫോൺ ചെയ്താണ് ഞാൻ വന്നത്. ഒഴിച്ചോരെ തന്നു കുടിക്കാൻ. ഞങ്ങള് കുടിച്ചില്ല. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് റീൽസ് എടുക്കാൻ വന്നതാ ഇവിടെ. കിട്ടിയില്ലേ? പാറമൂളി കയറാൻ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഇവിടെ ഇങ്ങനെ വെള്ളം പോകുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഇവരിവിടെ ഒന്ന് കുടിച്ചിട്ട് അനുശ്രീ താമസിക്കണ ഞങ്ങളിവിടെ എല്ലാവരുടെ ബാംഗ്ലൂരാ. ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റില്ല. കുടുംബ വീട് ഇവിടെയൊക്കെ ഞങ്ങൾ സ്ഥലത്ത് വന്നിരിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് അറിയാം. കമ്പ്യൂട്ടർ സാറേ എന്നെ പിന്നെ സ്റ്റേഷൻ ചോദിച്ചു എല്ലാവർക്കും അറിയാം. നിന്റെ പേര് കമ്പ്യൂട്ടർ തന്നെയാടാ. നിന്റെ പിറകെ എത്ര ദിവസം കൊണ്ട് ഷാറ പോലീസ് എന്റെ പിന്നെ സാറേ ഇന്നെ ഇവിടെ അറിയാം. സി അറിയില്ല, പോലീസ് അറിയില്ല. തടിവണ്ടി ഓടുന്നതല്ലേ അത് തന്നെ അല്ലേ? നിന്റെ പിറകെ നമ്മൾ നടക്കാനുണ്ടെങ്കിൽ 2 ആഴ്ചയായി തന്നെ സാറേ. അറിയാമോ? ഞങ്ങളുടെ കേസുകൊണ്ട് സാറിന് തെളിവെടുത്താലും സാറ് പോകുന്നു. അത് സാറിനെങ്ങനെ തെളിവെടുക്കാൻ സാറേ കൊണ്ടോ എവനെ എവനെ കയറ്റി പിന്നെ സാറേ ഞങ്ങൾ അത് അയാൾ എന്റെ കയ്യിൽ ഇപ്പൊ സാറിന് കണ്ടോണ്ട് വെച്ച് തന്നതാ. ഞാൻ തരുമല്ല ഉണ്ടോ? ഒരാഴ്ചക്ക് മുമ്പ് നീ ഇങ്ങനെ ഞാൻ ടയറോടെ നിന്നപ്പോഴത്തേക്കിന് എന്നെ വിളിച്ചത് വാട ഒരു കൂട്ടുകാരുണ്ട്. നിന്നെ വിളിച്ച് ശരിയെന്നാ. പക്ഷെ ഒരാഴ്ച നീ ഇങ്ങനെ ഞാൻ അറിയില്ലല്ലോ. സാറേ എന്നെ കുടിക്കാനുള്ള എന്നെ ഇവിടെ ചതിക്കാൻ ശരിയെന്ന് വിളിച്ചു. ശരി പറഞ്ഞ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മോള് നിനക്കെന്താ പണി? ഞാൻ ഇവിടെ പുലിപ്പണിയൊക്കെ തന്നെ സാറേ.
എല്ലാം കൂടെ ഇപ്പം പറഞ്ഞു അയ്യോ ഈ സാധനം അവിടെ കിട്ടി തുള്ളി തന്നതാണ്. തന്നിട്ട് പറഞ്ഞു ഇനി കൂടുതൽ വേണമെങ്കിൽ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം സാറേ. എന്നെ സാറിന് ഞാൻ വെള്ളം അടിച്ചോണ്ട് വണ്ടി ഓടിച്ചെങ്കിൽ ഒരുപാട് തെറ്റ് വന്നിട്ട് വെള്ളം അടിച്ചോണ്ട് വണ്ടി ഓട്ടിക്കില്ല. ഇതേ സാധനം എന്നെ അറിയും. ഞാൻ ഇവിടെ ഈ സാധനം കൊണ്ടുവന്നാൽ തന്നെ ഞാൻ എന്റെ അച്ഛൻ അടിക്കൂല. ഈ സാധനം ഉള്ളതിനും പോലെ എനിക്ക് അറിയില്ലേ. നമ്പറുള്ളത് കുടിക്കാതെ പറഞ്ഞതാ. നമ്പറുണ്ടെന്ന് പറഞ്ഞാൽ അതെന്റെ എന്റെ സാർ നോക്കണം സാറേ. സാറിന് നോക്കില്ല ഇത് മരിക്കുന്ന സ്ഥലത്തോടും ഞാൻ പോവാം. അല്ല ഇയാളെവിടെ സംസാരിക്കണ ഞാൻ കണ്ട്. മോശമായിട്ട് പെരുമാറാൻ പോയത് ഈ ശാഖയെ ചതിക്കാൻ വേണ്ടി എന്നോട് പുള്ളി വിളിച്ചോണ്ട് എനിക്കറിയത്തില്ല. ഈ പുള്ളിയെ പരിചയമുണ്ട്. പുള്ളി വിളിച്ചോണ്ട് അപ്പുറത്ത് എന്റെ വിളിച്ചിട്ട് പറഞ്ഞ എന്റെ വീട്ടുകാരനല്ലേ ചെല്ലിക്കാൻ നോക്കിയിരുന്നു. ചെല്ലിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറയാൻ അങ്ങനെ ചെയ്യല്ലേ പെമ്പിള്ളേരാ. സാറേ എത്തില്ല പെട്ടെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ഓക്കെ സാർ. ഒരാളുണ്ട്. മനസ്സിലായില്ലേ സാറേ? ആരെടുത്തോണ്ട് വന്ന് ആരെടുത്തെന്ന് സാറിന് മനസ്സിലായി? ഇയാളെ കയ്യിലാണ് കുപ്പി ഇരുന്നത്. ഞങ്ങൾക്കൊരു വൃത്തിയായിട്ട് നോട്ടം ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സ്വഭാവം അത്ര ശരിയല്ലെന്ന്. എന്തായാലും നമുക്കൊരു കേസ് കൊടുക്കാം. സാറേ ഒരു പോലീസ് പ്രശ്നങ്ങൾ ഓടിക്കും. എന്നെ പിന്നീട് പോലീസിന് എല്ലാവർക്കും എന്നെ അറിയാം. അല്ല നോട്ടീസിലോട്ടാണ്. നീ കഞ്ചാവ് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ച. നീ ഇയാളാണ് അവിടുത്തെ എവിടെ കൊടുത്തല്ലേ? കൈ തന്ന ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. വെള്ളരിക്കാൻ പെടുന്ന ഇയാളാണ് തന്നത്. എടുത്തു കൊടുത്തു. അപ്പൊ അത് എന്നെ സാധനം കൊടുത്തു. എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയും. എന്നെ ഇനി അർത്ഥ പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഈ പരിപാടി എനിക്ക് കൊണ്ടുവന്നാൽ തന്നെ അവർ വോട്ട് ഞാനാണ് കൊണ്ടുവന്നത്. നിനക്ക് ഞാനാണ് കൊണ്ടുവന്നത്. അവരെല്ലാരും നേരത്തെ പറഞ്ഞിട്ട് ഞാനാണ് കൊണ്ടുവന്നത്. ഇല്ല പറഞ്ഞിട്ട് ഒന്നുമില്ല. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നതാരാ? നിങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും ഞങ്ങൾ വെള്ളയെ കുടിച്ചോളൂ. കാര്യം ഞങ്ങൾ കുടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. സത്യമല്ലേ? വെള്ളം ഞാൻ ചോദിച്ചു. പുള്ളി വെള്ളം ഒഴിച്ചു തന്നു. അല്ല വെള്ളരിക്ക് എടുത്ത് ചേട്ടനെ വെച്ച് കൊടുത്തു. ആ സാധനം പുള്ളിയാണ്. പുള്ളിയല്ലേ വന്നപ്പോ കണ്ടല്ലേ
എനിക്ക് അതിനെന്താ അറിയില്ല, ഇവരറിയില്ല. അപ്പൊ നിനക്ക് അറിഞ്ഞൂടായിരുന്നാ? സാറേ അറിയില്ലെന്ന്. സാറേ ഇവിടെ ഒന്ന് കണ്ടപ്പോ കാര്യം പറയട്ടെ, ഒരു നേരത്തെ പരിചയമുള്ളതൊക്കെ പെരുമാറി ഈ പുള്ളി സാറ് ഇവിടെ വന്നപ്പോഴേ ഇവരെ കാണുന്നത്. ഈ ഫേസ് ഒന്നുകൂടെ നല്ലപോലെ നോക്കിയാൽ സാറ് അടിച്ചാലും കൊള്ളാം, കൊന്നാലും കൊള്ളാം, കാരണം അധികാരമുണ്ട്. പക്ഷെ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടാ ചേട്ടാ, ഞാൻ അങ്ങനെ തെറ്റിച്ച് ഇനി ഇവിടെ വരും ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. ഇനി വരും വേലയൂടാ ഞാൻ ഇവിടെ വരും. ഇതേപോലെ സംഭവം ഇനി ഇതുപോലെ പൊതുസ്ഥലങ്ങളിൽ പോയി നമുക്ക് ഇരിക്കും. ഇല്ല. ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെ ഏതാണ് BMTV ഒരു ഉൾട്ടാ ജംഗ്ഷൻ അപ്പോ ഉൾട്ടാ ജംഗ്ഷനിലെ ഇന്നത്തെ പ്രാങ്കില് ഞങ്ങൾക്ക് കിട്ടിയത് വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള നിസാം അല്ലെ, നിസാം ചേട്ടനാണ്. ചേട്ടനെ ഞങ്ങളുടെ ശ്യാമേട്ടനും ശിവിയൊക്കെ കൂടെ പോയി ഒരു ചെറിയ സെറ്റപ്പിനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ രതീഷ് ചേട്ടനും പ്രണവും ഒക്കെ കൂടെ ചേർന്ന് ഒരു പൊളിയാക്കി, നിങ്ങളെല്ലാരും കണ്ടില്ലേ. പിന്നെ അതുപോലെ ചേട്ടന് ഞങ്ങളൊരു ചെറിയ പ്രാങ്ക് ചെയ്തത്, ഇത് എന്ത് ചെയ്യാൻ സാധനം, അത് പൗഡറാണ് കേട്ടോ, കുട്ടിക്കൂറയുടെ പൗഡർ. ഇത് പൗഡറാണ്, MDMA ഒന്നും അല്ല. അപ്പൊ ഞങ്ങള് ഇന്നത്തെ പ്രാങ്ക് ഞങ്ങള് കോലിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, വെഞ്ഞാറമൂടിനടുത്ത് മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിക്ക് കോലിയക്കോട്. അപ്പൊ അവിടുത്തെ കീഴാമലയ്ക്കൽ ശിവക്ഷേത്രത്തിനടുത്ത് അടുത്തുള്ള ഗ്രൗണ്ടിലും അതിനുള്ള പ്രകൃതി രമണീയമായ ചില ചുറ്റുപാടിലാണ് ഞങ്ങള്, അരുവിയൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളത് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നത് യുവതാര ക്ലബിന്റെ നന്ദു ശരത്ത്, നന്ദു യുവതാര ക്ലബിലെ 2 മെമ്പർമാരായ നന്ദു ശരത്തുമാണ് ഞങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിരുന്നത്. കൂടെ ക്ലബിന്റെയും ഞങ്ങളുടെ ചാനലിന്റെയും മാനേജർ കൂടിയായ മകേഷ്, അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളുടെ ഇന്നത്തെ ഉൾട്ടാ ജംഗ്ഷൻ അങ്ങ് ഗംഭീരമാക്കി. അപ്പൊ ഞങ്ങൾക്ക് നിസാമേട്ടന് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു, പേടിച്ചായിരുന്നോ? ഗാഡി നമുക്ക് ഇല്ലല്ലോ, GST ഗാഡി ഇല്ലല്ലോ. ഇല്ലല്ല ഗാഡി എനിക്കില്ല. പേരുണ്ട് ഗാഡി കമ്പ്യൂട്ടർ എന്നാണ്. കമ്പ്യൂട്ടർ അപ്പൊ ഞങ്ങൾ അറിയില്ല കമ്പ്യൂട്ടറിന് വേറെ കാര്യം അത് തന്നെ, അതൊന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. തടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് 2 വാടക കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ തടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വാടക ഇട്ട് കൊടുക്കും. ഈ ഭാഗത്തുള്ള വെഞ്ഞാറമൂടിന് മൊത്തം സ്റ്റോറേജ് ഉള്ളിലായിരിക്കും. വെഞ്ഞാറമൂട്ടിലെ താരം കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന നിസാം ചേട്ടനായിരുന്നു ഇന്നത്തെ പ്രാങ്കിന്റെ താരം. അപ്പൊ ഞങ്ങൾക്ക് BMTVയുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഒരു ചെറിയ സമ്മാനം ഞങ്ങൾ ചേട്ടന് കൈമാറുന്നു സന്തോഷത്തോടെ. പിന്നെ എനിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇന്ന ആൾക്കാരറിയാം, കഞ്ചാൽ ഇന്ന ആൾക്കാരെ പുള്ളി പിന്നീട് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ എനിക്ക് അറിയത്തില്ല. അതെ, പുള്ളി അവിടെ നിന്ന് സാധനം കളക്ട് ചെയ്ത് തരാം, ഇവിടുന്ന് കളക്ട് ചെയ്ത് പക്ഷെ അതൊക്കെ വെറുതെ പറഞ്ഞ 2 സ്ത്രീകളെ കിട്ടിയപ്പോ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി ചേട്ടൻ തള്ളിയതാണ്. ജംഗ്ഷന്റെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ഉൾട്ടാ ജംഗ്ഷൻ.